ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്, ഞാൻ ഈ വീഡിയോ 2 ദിവസം മുന്നേ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വൈകി അതാണ് ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ ഞങ്ങൾ ഓണത്തിന് സദ്യ ഉണ്ടാക്കിയതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്തു. പിന്നീട് ഫൈസൽ കാക്കാൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അങ്ങനെ പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം പിന്നീട് കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു 11 മണിയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ ഫൈസൽ കാക്കാക്ക് കുറേ ഫ്രണ്ട്സുകളുള്ളതുകൊണ്ട് കുറേ വീട്ടിലേക്കൊക്കെ ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് എല്ലാ വീട്ടിലേക്കും പോകാനൊന്നും കഴിയൂലല്ലോ. ഒരു നേരം തന്നെ കഴിക്കുമ്പോൾ നമുക്ക് വയറ് ഫുള്ളാണ്. പക്ഷെ വരാൻ കഴിയൂല എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഭയങ്കര ഒരു പരാതിയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ 2 വീട്ടിലേക്കാണ് പോയിട്ടുള്ളത്. അങ്ങനെ ഞാൻ സാരിയൊക്കെ ചുറ്റി. അപ്പോൾ ഞാൻ ഫസ്റ്റായിട്ടൊന്നല്ല ചുറ്റുന്നത്, പക്ഷെ ഞാൻ എപ്പോഴും ചുരിദാറിനുണ്ട്. അങ്ങനെ എനിക്ക് സാരി ചുറ്റി പരിചയമില്ല കേട്ടോ. വൈകുന്നേരക്ക് മാറ്റി നിൽക്കാൻ പറഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം വൈകി വന്നാൽ മതിയെന്നു എന്ന് വിചാരിച്ചു. കാരണം സാരി ചുറ്റുമ്പോൾ പല ഇതുവാണല്ലോ, വേറെ കാണാൻ പറ്റൂല, അതേപോലെ ചുറ്റിക്കെട്ടണ ശരിയാണോ ഒക്കെ നോക്കണ്ടേ. അപ്പം ഞാൻ ഈ കണ്ണാടി വെച്ച് ഓരോ കോപ്രായം ഇങ്ങനെ കാട്ടിക്കൊണ്ടിരിക്കേന്. അതിനനുസരിച്ച് ദിയൊരു അങ്ങനെയെല്ലാം വെച്ച് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു ഓളും കുറേ ശരിയാക്കി തന്നു. അപ്പോൾ ഈ ഓണവും വിഷുവൊക്കെ വരുമ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള സാരിയും കാര്യങ്ങളൊക്കെ ഇടണമല്ലോ. പക്ഷെ ഞാൻ അധികവും ചുരിദാറിട്ടാണ് നടക്കൽ. അപ്പോൾ ഫൈസൽ കാക്കയ്ക്ക് ഇഷ്ടമാണ് കേട്ടോ സാരിയൊക്കെ ചുറ്റി നടക്കാനാണ് ഇഷ്ടം. പക്ഷെ എനിക്ക് സാരിയൊക്കെ ചുറ്റി നടക്കുമ്പോൾ ഭയങ്കര ഗതിയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ സാരി ഒന്നും ചുറ്റലില്ല. അധികം ഞാൻ ചുരിദാർ തന്നെയാണ് കേട്ടോ ഇടല്. അപ്പോൾ ഇന്ന് ഓണക്കല്ലേ വിചാരിച്ചിട്ടതാണ്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും വണ്ടിയിലൊക്കെ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ സ്വന്തമല്ല, ഫൈസൽ കാക്കാൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ. അവരും കൂടി നമ്മളെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ അവരെ മോക്ക് പ്രഗ്നൻ്റ് കാരണം അവരെ വൈഫൊന്നും നമ്മളെ കൂടെ ഇല്ല. അപ്പോൾ എല്ലാ പ്രാവശ്യവും അവർ നമ്മളെ കൂടെ ഉണ്ടാകുന്നുണ്ട് കേട്ടോ, എല്ലായിടത്തേക്കും പോകുമ്പോഴൊക്കെ. പക്ഷെ ഇപ്രാവശ്യം വരാനൊന്നും കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ കൂടുതൽ ദൂരമൊന്നുമില്ല, ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ അവരെ വീട്. അങ്ങനെ വണ്ടിയൊക്കെ നിർത്തി ഞങ്ങൾ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഫൈസൽ കാക്കാക്ക് ഏറെ സന്തോഷമായി കേട്ടോ. ഞാൻ സാരിയൊക്കെ ചുറ്റിയിട്ട് എനിക്കെന്തോ ഒരു ബുദ്ധിമുട്ട്, കാരണം സാരി ചുറ്റിയിട്ട് എന്താ എനിക്കറിയില്ല, ഭയങ്കര ഗതികേട് കേട്ടോ. അപ്പോൾ ഫൈസൽ കാക്ക വീഡിയോ ഫോട്ടോ ഇങ്ങനെ അതിൻ്റെ ഇടയിൽ എടുക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ സദ്യയൊക്കെ വിളമ്പണ തിരക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ചെറിയ മോളെയാണ് ഞാൻ കാണിച്ചു തന്നത്. പിന്നെ ഇവിടെ 3 പെൺകുട്ടികളാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അവർ സദ്യയൊക്കെ വിളമ്പിന് ഉഷാറ് സദ്യയായിരുന്നു കേട്ടോ. ഫസ്റ്റ് നമ്മളിവിടെ വന്ന് പിന്നെ നമ്മൾ വേറെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ് പോയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ തന്നെ ഇപ്പോൾ കൊറോണ ആയതുകൊണ്ട് കൂടുതൽ ആൾക്കാരൊന്നും വിളിച്ചിട്ടില്ല, നമ്മൾ മാത്രം വിളിച്ചിട്ടുള്ളൂ എന്നൊക്കെ അവർ പറയുന്നു. പിന്നീട് ഞങ്ങളെല്ലാവരും ഇരുന്ന് സദ്യയൊക്കെ കഴിച്ചു. എന്താ പറയുക, നല്ല സൂപ്പർ സദ്യ ആയിരുന്നു കേട്ടോ. സാമ്പാറും പായസവും പപ്പടും എന്താ പറയുക, കഴിച്ചു നോക്കിയാൽ തന്നെ അതിൻ്റെ ടേസ്റ്റ് അറിയുള്ളൂ. അങ്ങനെ അതൊക്കെ കഴിച്ചു. കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ വേറെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത്. നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും, എല്ലാ വീഡിയോയിലൊക്കെ ഞാൻ നിങ്ങളെയൊക്കെ കാണിക്കലുണ്ട്. ഫൈസൽ കാക്കാൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു മനോജ് ചേട്ടൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ ഞങ്ങൾ പോയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കുറച്ച് നേരം അധികം ഇരിക്കാമെന്നൊക്കെ വിചാരിച്ചാണ് ഇവിടെ ലാസ്റ്റിക്ക് വന്ന്. ഇവിടെ തന്നെ ഞങ്ങൾ എല്ലാ ഓണത്തിനായാലും വിഷുവിനായാലും ഇവിടെ ഞങ്ങളെ ക്ഷണിക്കും കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ അവർ ഫുഡൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ ഫുഡ് കഴിക്കുന്ന തിരക്കിലാണ് കേട്ടോ അവർ. പിന്നീടാണ് അവർ ഫുഡ് തന്നത്. പിന്നെ അവർ ഫുഡ് കഴിക്കല്ലേ വിചാരിച്ച് ഞങ്ങൾ നമുക്ക് അതിൻ്റെ ഇടയിൽ ഫോട്ടോ ഒക്കെ എടുക്കുക, അതുപോലെ തന്നെ ഈ പൂക്കളം വെച്ച് വീഡിയോ ഒക്കെ എടുക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ അതും ചെയ്തു. അപ്പം ഞാൻ അവിടുന്ന് ആരും കഴിക്കണില്ലല്ലോ.
ഇല സ്വദേശി ഉണ്ടായി ഇവിടുന്ന് മുറിക്കാന് ചെമ്പലിതോടെ കൊണ്ടുപോയി വെച്ചിട്ട് ഞാൻ ചെയ്ത ഇല നഷ്ടം പോലെയൊക്കെ നമ്മളെ വായത്തോട്ടത്തിൽ കൊണ്ട് ഇതിൻ്റെ പെണ്ണുങ്ങൾക്ക് വ്ളോഗ് എടുക്കാണ്ട് ഞങ്ങളെ മെമ്പറെ നിൽക്കാണ്ട് ഞങ്ങളെ 2ാം വാർഡിലെ മെമ്പർ 2ാം വാർഡിലെ മെമ്പറെ നിൽക്കാണ്ട് വരിക. സോറി കൗൺസിലറാണല്ലോ അല്ലേ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ പുറത്തേക്കൊക്കെ ഇറങ്ങിയപ്പോൾ ഒരുപാട് ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ചെടികളൊക്കെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ ഒരിക്കൽ ഞാൻ എന്തായാലും ഇതുപോലെ വന്ന് ഈ ചെടികളൊക്കെ പൊക്കും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്നതിന് ശേഷം പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് കൂട്ടുകാരുണ്ടാവും. സബ്സ്ക്രൈബ് ചെയ്യുക, പ്രീവിയസ് വീഡിയോ കാണുക. ഇനി ഇൻഷാ അല്ലാഹ് നല്ല നല്ല വ്ളോഗ് വീഡിയോ റെസിപ്പിയൊക്കെ ആയിട്ട് ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ള് കാണാം കേട്ടോ. അതിൽ കുറേ ഫോട്ടോസൊക്കെ ഇട്ടിട്ടുണ്ട്. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഇന്ന് ഞങ്ങള് മനോജേട്ടൻ്റെ വീട്ടില് ഇന്നത്തെ ഓണം ഞങ്ങൾ മനോജേട്ടൻ്റെ വീട്ടിലാണ്. അപ്പൊ എല്ലാരും ഹാപ്പി ഓണം. ഹാപ്പി ഓണം അല്ലേ? ഹാപ്പി ഓണം.